BMC Sport News. നമസ്കാരം, BMC Sport ന്യൂസിലേക്ക് സ്വാഗതം. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴക്കുളം മധു ബഹ്റൈൻ മീഡിയ സിറ്റി സന്ദർശിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പഴക്കുളം മധു ബഹ്റൈനിലെ OICC ഭാരവാഹികൾക്കൊപ്പം ഐമാക് ബഹ്റൈൻ മീഡിയ സിറ്റി സന്ദർശിച്ചു. ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് BMC കുടുംബാംഗങ്ങളും ചേർന്ന് ഏവർക്കും ഹാർദവമായ സ്വീകരണം നൽകി. തുടർന്ന് ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ പ്രവർത്തനങ്ങളും ഒപ്പം ഐമാക് കൊച്ചിൻ കലാഭവൻ ആർട്ട് സെന്ററിനെ കുറിച്ചുമെല്ലാം മനസ്സിലാക്കിയ അദ്ദേഹം ഐമാക് BMCയുടെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുകയും ആശംസകൾ നേരുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിന് ബഹ്റൈൻ മീഡിയ സിറ്റി പ്രസിദ്ധീകരിക്കുന്ന ദ ലീഡ് മാഗസിൻ ഫ്രാൻസിസ് കൈതാരത്ത് കൈമാറി. മാധ്യമപ്രവർത്തകനും അവതാരകനുമായ EV രാജീവൻ നടത്തിയ ഇന്റർവ്യൂ കാണാം. ഇന്ത്യയിലെ കൂടുതൽ വോട്ടിംഗ് ശതമാനം വളരെ കുറഞ്ഞു അവസ്ഥയാണ്. എന്തായിരിക്കും കാരണം ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ താല്പര്യം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? ഒരു ഗവൺമെന്റ് അധികാരത്തിൽ 10 വർഷമായി ഇരുന്നിട്ട് ജനങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയില്ല. ഇത്രയും ശതമാനം ആൾക്കാർ വോട്ട് ചെയ്ത് തന്നെ ഈ സർക്കാർ പോകണം എന്നുള്ള തീരുമാനത്തിന്റെ പേരിൽ 2ഉം 3ഉം ഘട്ടം തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ അത് ബോധ്യപ്പെട്ടു. ഇനിയുള്ള ഘട്ടങ്ങളിൽ വർദ്ധിച്ച ആവേശത്തോടുകൂടി ജനങ്ങൾ വോട്ട് ചെയ്യും. കാരണം മോദി സർക്കാർ പോകും എന്നത് ഒരു യാഥാർത്ഥ്യമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അത് രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തിരിച്ച് പ്രതിപക്ഷം ശക്തമല്ലാത്തതുകൊണ്ടായിരിക്കില്ലേ? പ്രതിപക്ഷം കൃത്യമായി ശക്തമല്ലാത്തതുകൊണ്ട് BJPയുടെ വോട്ട് വീഴുകയും പ്രതിപക്ഷത്തിന്റെ വോട്ട് വീഴാതിരിക്കുകയും ചെയ്തിട്ടാണ്. ആ രീതിയിലാണെങ്കിലും ദുരന്തമായിരിക്കില്ലേ? അങ്ങനെ സംഭവിച്ചാൽ ദുരന്തമാണ്. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. രാജ്യത്തെ സർക്കാരിനോടുള്ള ജനങ്ങളുടെ വിമുഖത, ജനാധിപത്യത്തെ കുഴിച്ചു മൂടുന്ന, തെരഞ്ഞെടുപ്പുകൾ ഒരു അലങ്കാരത്തിന് മാത്രം നടത്തുന്ന ഭരണകൂടം, വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയ ഭരണകൂടത്തെ ഭയന്ന് ജനങ്ങൾ ജീവിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായ രാജ്യത്ത് ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പിനോട് തന്നെ വിമുഖത തോന്നുന്നതിൽ തെറ്റില്ല. ഇത്രയും ആൾക്കാർ വോട്ട് ചെയ്യാൻ കാരണം അവർക്ക് ഈ സിസ്റ്റത്തോടുള്ള കടുത്ത എതിർപ്പാണ്. ഇത് പോകണമെന്നുള്ള നിശ്ചയദാർഢ്യമാണ്. അതുകൊണ്ട് വോട്ടിങ്ങിന്റെ ശതമാനക്കുറവിനെ നമ്മൾ ഭയക്കേണ്ടതായിട്ടില്ല. ഇത്രയും ആൾക്കാർ ഈ കെട്ടകാലത്ത് വോട്ട് ചെയ്യുന്നല്ലോ എന്ന് ആശ്വസിക്കുകയാണ് വേണ്ടത്. ഈ കോalition ഗവൺമെന്റ് വരുന്ന ഒരു അവസ്ഥ വന്നാൽ എത്രത്തോളം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഗുണകരമാകുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? We have seen many attempts. കോalition ഗവൺമെന്റ് ഒരു നല്ല അവസ്ഥയൊന്നുമല്ല. പക്ഷെ നമ്മൾ അതിനെ പരീക്ഷിച്ചു കഴിഞ്ഞിരുന്നു. 1ഉം 2ഉം UPA ഗവൺമെന്റുകളുടെ സക്സസ് ഇടയ്ക്ക് വെച്ച് ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചിട്ട് പോയിട്ടും ഒരു കോalition ഗവൺമെന്റ് ഇന്ത്യയെ നല്ല നിലയിൽ മുൻപോട്ട് നയിക്കാം. സ്വാതന്ത്ര്യാനന്തരം രാജ്യം നേടിയ ഏറ്റവും പ്രധാനപ്പെട്ട പല നേട്ടങ്ങളുടെയും അവസരമുണ്ടായത് 1ഉം 2ഉം UPA ഗവൺമെന്റുകളാണ്. അതുകൊണ്ട് കോalition ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു ഇന്നോവേറ്റബിലിറ്റിയാണ് ഈ കാലത്ത്. ഫാസിസ്റ്റ് ശക്തിയെ പരാജയപ്പെടുത്താൻ സമാന ചിന്താഗതിയുള്ള സെക്യുലർ ഫോഴ്സസിന്റെ യൂണിഫിക്കേഷനാണ് ഇന്ത്യ മുന്നണി. ആ കോalition ഗവൺമെന്റ് രാജ്യത്തിന് വലിയ നേട്ടം തന്നെ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കോalition ഗവൺമെന്റിൽ ഇപ്പോൾ ഇന്ന് അടക്കമുണ്ടായ പ്രസ്താവനകൾ ഇപ്പോൾ കെജ്രിവാളൊന്നും അത്ര വലിയ ശക്തനൊന്നുമല്ല. വോട്ടിംഗ് ശതമാനമോ അല്ലെങ്കിൽ വരുന്ന കിട്ടാവുന്ന സീറ്റുകളോ, പക്ഷെ അതേ ഉണ്ടാക്കുന്ന ശബ്ദം വളരെ കരുത്തുള്ള ഒരു ഇലക്ഷൻ ട്രെൻഡ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് കോൺഗ്രസ് ലീഡർഷിപ്പിന് അത്തരത്തിലുള്ള ഒരു ഇലക്ഷൻ ട്രെൻഡ് ഉണ്ടാക്കുകയോ ഇലക്ഷൻ മുദ്രാവാക്യം ഉണ്ടാക്കാനോ പറ്റാതെ? അതൊരു യാഥാർത്ഥ്യവുമായി യാതൊരു പൊരുത്തവുമില്ലാത്തൊരു ചോദ്യമാണത്. ഈ തെരഞ്ഞെടുപ്പ് തന്നെ അജണ്ട ഫിക്സ് ചെയ്ത് രാഹുൽ ഗാന്ധിയാണ്, കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയാണ്. ഈവൻ അരവിന്ദ് കെജ്രിവാളിന്റെ ശബ്ദം പോലും ഈ ലോകം കേൾക്കാൻ കാരണം അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസിന് ചെയ്ത എല്ലാ ഡാമേജുകളെയും മറന്നിട്ട് കോൺഗ്രസ് സെക്യുലറിസമാണ് നമ്പർ 1, അതിനുവേണ്ടി മറ്റെന്തിനേയും ഞങ്ങൾ സഹിക്കും, അതിനെ ഞങ്ങൾ കൂടെ ചേർക്കും എന്നുള്ള നിലപാടാണ് അരവിന്ദ് കെജ്രിവാളിനെ പോലും ഈ രാജ്യം ശ്രദ്ധിക്കാനും അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിനെതിരായി ചുമത്തപ്പെട്ട അഴിമതി കേസിൽ നിന്നും മുക്തനായി പുറത്തു വരാനുള്ള ആദ്യത്തെ ചുവടുവയ്ക്കാൻ പോലും കഴിഞ്ഞത് രാഹുൽ ഗാന്ധി എന്നുള്ള ഒരു മനുഷ്യൻ ഉള്ളതുകൊണ്ടാണ്. രാഹുൽ ഗാന്ധിയുടെ 10 വർഷത്തെ പോരാട്ടമാണ് മോഡി സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ഒരു ചിന്തയെ വളർത്തിക്കൊണ്ടുവരാൻ സഹായമായിട്ടുള്ളത്. അപ്പൊ അരവിന്ദ് കെജ്രിവാൾ അതിലെ ഒരു മൈനർ പാർട്ട്ണർ മാത്രമാണ്. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ അന്തിമഘട്ടം അടുക്കുമ്പോഴേക്കും അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞത് BJPയെ തുരത്താൻ
അധികാരത്തിൽ താഴെ ഇറക്കാൻ സഹായകമായിട്ടുണ്ട് എന്നത് ഞാൻ വിസ്മരിക്കുന്നില്ല. ഈ പിന്നെ JP നദ്ദയ്ക്കാണെങ്കിലും അമിത്ഷായ്ക്കാണെങ്കിലും മറ്റേ അതുപോലെ തന്നെ BJPയുടെ ഏറ്റവും സീനിയർ ലീഡർഷിപ്പിനൊക്കെ തന്നെ മറുപടി പറയേണ്ട രീതിയിലാണ് അവര് ഒരു ദിവസം കൊണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ മറുപടി പറയുന്ന പ്രസ്താവനയാണ് മോദി 75 വയസ്സിൽ മാറുകയും അമിത്ഷാ പ്രധാനമന്ത്രി ആവുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള പ്രസ്താവനകൾ എന്തായിട്ടുണ്ടോ ശരിക്കും പിന്നെ രാഹുൽ ഗാന്ധിയിൽ നിന്നും? രാഹുൽ ഗാന്ധി മോദി അദ്ദേഹത്തെ ഭരിക്കുന്നതും നയിക്കുന്നതും ഭയമാണെന്ന രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ 7-8 വർഷങ്ങളായിട്ടുള്ള പ്രസംഗമാണ് ഇന്നൊരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നത്. ഇതൊന്നും ഓവർനൈറ്റേ ഉണ്ടായിട്ടുള്ളതല്ല. നരേന്ദ്രമോദി എന്ന് പറയുന്ന RSS എന്ന് പറയുന്ന 2 ദ്വയങ്ങൾക്കെതിരായി രാഹുൽ ഗാന്ധി വർഷങ്ങളായി നടത്തിയ നിരന്തരമായിട്ടുള്ള പോരാട്ടങ്ങളുടെ അവസാനമാണ്. അല്ലാതെ ഒരു ദിവസം കൊണ്ട് ജയിലിൽ നിന്നിറങ്ങി അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധ്യതയല്ല ഇത്. വർഷങ്ങളായി രാഹുൽ ഗാന്ധി നിരന്തരമായി നിർഭയനായി നടത്തിയ പോരാട്ടങ്ങളുടെ ഒരു അനന്തര ഫലമാണ് ഇന്ന് മോദിക്കെതിരായിട്ടുള്ള. മോദി പോകണം, മോദി പോകും, ഒരു ആൾട്ടർനേറ്റീവ് ഇവിടെ ഉണ്ടാകും എന്ന ചിന്ത പോലും ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ളത് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടമാണ്. നെവർ, ഒരിക്കലും ഇല്ല. ഞങ്ങൾ വിട്ടുവീഴ്ചയുടെ മാക്സിമം ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ്. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാവിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കുക എന്നുള്ളതല്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെക്കുന്നത്. ഞങ്ങൾ BJP പുറത്താക്കുക, മതേതരത്വം കാക്കുക, ഇന്ത്യ എന്ന ആശയത്തെ നിലനിർത്തുക. അതിനുവേണ്ടി ആര് പ്രധാനമന്ത്രിയായാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി പവർ ഹംഗ്രി അല്ല. ആയിരുന്നെങ്കിൽ 2ാം UPA സർക്കാരിന്റെ കാലത്ത് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമായിരുന്നു. അതുകൊണ്ട് ആ ആരോപണം കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്നത് നീതിയുക്തമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിലേക്ക് വന്നാൽ 20 സീറ്റും കിട്ടും എന്ന വലിയ പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. വലിയ വിദൂരമായിട്ട് നിങ്ങൾ ഒരു 19-1 എന്ന രീതിയിൽ വരികയോ 18-2 എന്ന രീതിയിൽ വരികയോ ആ 2 BJP ആവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വന്നാൽ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എങ്ങനെയാണ്? ആ ചോദ്യത്തിന് എനിക്ക് 3 ഉത്തരങ്ങളാണ് തരാനുള്ളത്. ഒന്ന്, അങ്ങനെ ഒന്നും സംഭവിക്കാനേ പോകുന്നില്ല കേരളത്തിൽ. 2, അഥവാ BJPയുടെ ഒരാൾ ജയിച്ചാൽ അതൊരു പുതിയ കാര്യമല്ല. BJPക്ക് ഒരു MLA കേരളത്തിൽ ഉണ്ടായിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ആ MLA പരാജയപ്പെടുത്താൻ കഴിഞ്ഞ ഞങ്ങൾക്കാണ്. അതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നില്ല. നമ്പർ 3, എങ്ങനെയെങ്കിലും ഒരാൾ ഉണ്ടായാൽ നിയമം അസംബ്ലിയിൽ ജയിച്ച് ഒരു MLA BJPക്ക് ഉണ്ടായതുപോലെ കേരളത്തിലെ ജനങ്ങൾ പിന്നെ ഒരിക്കലും BJPയെ ജയിപ്പിക്കാനും പോകില്ല. കാരണം BJP ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്ന് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. വോട്ട് ചെയ്യാൻ പോയ ജനങ്ങൾക്ക് ആ ചിന്ത ഉണ്ടായിരുന്നില്ല. അവരാരും അങ്ങനെ വോട്ട് ചെയ്തിട്ടുമില്ല. CPM നഗ്നമായി BJPക്ക് വോട്ട് കച്ചവടം ചെയ്ത് മറിച്ചു കൊടുക്കാത്ത സാഹചര്യത്തിൽ കേരളത്തിലെ ഒരു മണ്ഡലത്തിലും BJPക്ക് ജയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ സാധ്യത തീരെ യാഥാർത്ഥ്യമല്ലാത്തൊരു സാധ്യതയാണ്. ഒരു ത്രിപുര ബംഗാളിന്റെ തുടക്കം എന്ന രീതിയിലേക്ക് അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തോടും താരതമ്യം ചെയ്യാൻ കഴിയുന്ന രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലമല്ല കേരളത്തിലുള്ളത്. കേരളം വേറിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് ബംഗാൾ ഒരിക്കലും ബംഗാൾ കേരളമാകില്ല, ത്രിപുര കേരളമാകില്ല. കേരളത്തിന് സ്വതന്ത്രമായ വ്യതിരിക്തമായ ഒരു രാഷ്ട്രീയ സംസ്കാരമുണ്ട്. ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു പുതിയ ചിന്താഗതിയുമുണ്ട്. അപ്പൊ ഇടതുപക്ഷത്തിന്റെ അതായത് ഇടതുപക്ഷം കേരളത്തിൽ അതിശക്തമായി തന്നെ നിലനിൽക്കും എന്ന് തന്നെയാണോ താങ്കൾ വിശ്വസിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഒരു തുടർഭരണം ഉണ്ടായല്ലോ 2021. ഇനി ഇടതുപക്ഷത്തിന്റെ ഭരണമോ തുടർഭരണമോ കേരളത്തിൽ സാധ്യതയുണ്ടാകില്ല. ഇവരുണ്ടാക്കിയ വിനാശം, ഡിസാസ്റ്റർ കേരളത്തിലെ ഓരോ ചെറിയ കുട്ടിക്ക് പോലും ബോധ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇവർ ഒരു ബദൽ സാമ്പത്തിക നയത്തിന്റെ വക്താക്കളാണെന്ന് പതിറ്റാണ്ടുകളായി കേരളീയ ജനതയെ തെറ്റിദ്ധരിപ്പിച്ചവരാണ്. ഇവർക്കൊന്നും കഴിയില്ല. ഇവരുടെ കയ്യിൽ ഒരു ബദലുമില്ല, ഒരു സമീപനവുമില്ല. ഇവർ മോസ്റ്റ് കറപ്റ്റ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. 2026 കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരികയും അത് എന്നത്തേക്കുമായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ വരവിനെ തടയുകയും ചെയ്യും. BJP ഒരു 100 കഴിഞ്ഞാലും കേരളത്തിൽ അധികാരത്തിൽ വരാൻ അവർക്ക് കഴിയില്ല. കാരണം
കേരളത്തിലെ ഹിന്ദുക്കളടക്കമുള്ള മഹാഭൂരിപക്ഷവും മതേതര ചിന്താഗതിക്കാരായിട്ടുള്ള ജനങ്ങളാണ്. അവരുടെ മനസ്സിലേക്ക് വർഗീയത വിഷമാളി കത്തിക്കാൻ ആർക്കും കഴിയില്ല. BMC Sport News.